മലയാളത്തിൽ ഹിന്ദുസ്ഥാനി രാഗ അടിത്തറയിൽ നമ്മെ ഗാനങ്ങൾ ആദ്യം അനുഭവിപ്പിച്ചത് ബാബുരാജാണ്. ബാബുരാജിൻ്റെ പ്രണയഗാനങ്ങൾക്ക് ഒരു ഗസൽ സ്വഭാവമുണ്ട്. 1978 പുറത്തിറങ്ങിയ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ഒരു ഗാനം, ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി. ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മളറിയാതെ ആ ബാബുരാജ് ഈറയിലേക്ക് തിരിച്ചു പോകും. MK അർജുനൻ, ശ്രീകുമാരൻ തമ്പി ടീമിൻ്റെ മനോഹരമായ ഈ ഗസൽ പാടിയിരിക്കുന്നത് ഗാനഗന്ധർവൻ യേശുദാസാണ്. രംഗത്ത് കമലഹാസനും വിധുബാലയും. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അത്തറിൻ സുഗന്ധവും അത്തറിൻ സുഗന്ധവും പൂശിയൻ മലർച്ചെണ്ടി മുറ്റത്ത് വിടർന്നില്ലല്ലോ അത്തറിൻ സുഗന്ധവും പൂശിയൻ മലർച്ചെണ്ടി മുറ്റത്ത് വിടർന്നില്ലല്ലോ വെറ്റില മുറുക്കിയ ചുണ്ടുമായി തത്തക്കിളി ഒപ്പന പാടിയില്ലല്ലോ ഒപ്പന പാടിയില്ലല്ലോ ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അവൾ പടം വരച്ചില്ലല്ലോ അല്ലിക്കൈ മൈലാഞ്ചി കൊണ്ടെന്റെ മേനിയിൽ അവൾ പടം വരച്ചില്ലല്ലോ മാണിക്യമണിമുത്തു കവിളെന്റെ കവിളിലെ മങ്ങലിൽ തിളങ്ങിയില്ലല്ലോ മങ്ങലിൽ തിളങ്ങിയില്ലല്ലോ ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. 1977 കെ ബാലചന്ദ്രൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന അവറുകൾ എന്ന ചിത്രം കമലഹാസൻ, രജനീകാന്ത്, സുജാത, രവികുമാർ തുടങ്ങിയവരുടെ അഭിനയത്താൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു. ഇതിൽ സുജാതയാണ് ഹീറോയിൻ. 3 പേരും
സുജാതയുടെ ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വരുന്ന കഥാപാത്രങ്ങളാണ്. രജനീകാന്ത് സുജാതയെ കല്യാണം കഴിക്കുന്നു. പക്ഷേ സുജാതയുടെ കല്യാണത്തിന് മുൻപ് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നയാളാണ് രവികുമാർ. കമലഹാസനാകട്ടെ രജനീകാന്തുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഇവർ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പണിയെടുക്കുന്ന ഒരു മലയാളിയാണ്. വെൻട്രിലോക്കിസം, അന്ന് അത് വളരെ പുതുമയുള്ളതായിരുന്നു. ഒരു ബൊമ്മ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വെൻട്രിലോക്കിസം കാണിക്കുന്ന ഒരാളായിട്ടാണ് കമലഹാസൻ ചെയ്തത്. ഈ 3 പേർക്കും ഇവരോട്